ഹരേ കൃഷ്ണ. മാധവൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അതീവ ഭക്തിയോടെ പുലർച്ചെയോ സന്ധ്യാസമയങ്ങളിലും നിലവിളക്ക് കൊളുത്തി ഭഗവാന്റെ നാമം ജപിക്കാനിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് തന്നെ നേരിട്ടുണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് മനസ്സിന് ഏകാഗ്രത കിട്ടാത്തത്. നമ്മൾ ജപിക്കാനിരിക്കുമ്പോൾ മാത്രം മനസ്സ് ഒട്ടും ഏകാഗ്രതയില്ലാതെ കടങ്ങളിലേക്കും കുടുംബ പ്രശ്നങ്ങളിലേക്കും പാറിപ്പറന്ന് നടക്കുന്നത് എത്രമാത്രം സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. ഞാനും അനുഭവിച്ച വലിയൊരു പ്രശ്നമായിരുന്നു ഇത്, ഏകാഗ്രത കിട്ടാത്തത്. അപ്പോൾ ഞാൻ സ്വന്തമായി ചെയ്ത 3 വഴികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ചെറിയ രീതിയിലെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യണേ. ഒന്നാമത്തെ സിമ്പിൾ ട്രിക്കാണ്, നാമം ജപിക്കാനിരിക്കുന്നതിന് 15 മിനിറ്റ് മുന്നേ തന്നെ ഫോണും മറ്റു ചിന്തകളും ദൂരേക്ക് മാറ്റിവെക്കുക. എന്നിട്ട് മനസ്സുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ആ ഈശ്വരനോട് നേരിട്ട് പറയുക, എൻ്റെ ഭഗവാനെ, ഈ കാണുന്ന വീടോ എൻ്റെ കടങ്ങളോ എൻ്റെ സങ്കടങ്ങളോ ഒന്നും എൻ്റേതല്ല. അതെല്ലാം ഞാൻ നിൻ്റെ കാൽക്കൽ സമർപ്പിക്കുന്നു. ഈ അരമണിക്കൂർ ഞാൻ നിനക്ക് മാത്രമുള്ളതാണ് എന്ന ഉറപ്പ് മനസ്സിൽ കൊണ്ടുവരിക. ഇനി രണ്ടാമത്തെ സിമ്പിൾ ട്രിക്ക് അതീവ പവിത്രമായ ഒന്നാണ്. നമ്മൾ കണ്ണടച്ച് നാമം ജപിക്കുമ്പോൾ മനസ്സിലേക്ക് ഇരുട്ടല്ല വരേണ്ടത്, പകരം നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ രൂപമാണ്. അതിനായി ജപിക്കാനിരിക്കുന്നതിന് മുമ്പ് പൂജാമുറിയിലെ ഭഗവാന്റെയോ ഭഗവതിയുടെ ചിത്രത്തിലേക്ക് അതീവ സൂക്ഷ്മമായി കുറച്ചു നേരം നോക്കി നിൽക്കുക. ആ രൂപം കണ്ണുകളിലേക്ക് എടുത്ത ശേഷം മെല്ലെ കണ്ണുകളടച്ച് ആ ദിവ്യരൂപം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ ജപിക്കുന്ന ഓരോ നാമവും ഈശ്വരൻ നേരിട്ട് കേൾക്കുന്നുണ്ട് എന്ന ആ വലിയ ഉറപ്പ് ഉള്ളിൽ നിലനിർത്തുക. മൂന്നാമത്തെ സിമ്പിൾ ട്രിക്ക്, മനസ്സ് ഒരുപാട് ചലിക്കുന്നവർ നാമം ജപിക്കുമ്പോൾ ഒരു ജപമാല കയ്യിൽ പിടിക്കുക. മാലയിലെ ഓരോ കുഞ്ഞു മുത്തുകളും കൈവിരലുകൾ കൊണ്ട് പതുക്കെ ഉരുട്ടി നാമം ജപിക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ഓരോ നാമത്തോടൊപ്പം ഓരോ കുഞ്ഞു പൂവോ അല്ലെങ്കിൽ തുളസിയിലയോ സാക്ഷാൽ ആ ഭഗവതിയുടെയോ ഭഗവാന്റെയോ കാൽക്കൽ അതീവ ഭക്തിയോടെ അർപ്പിക്കുന്നതായി സങ്കല്പിക്കുക. ആ പൂക്കളും തുളസിയിലകളും ഭഗവാന്റെ പാദങ്ങളിൽ വീഴുന്നത് മനസ്സിൽ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു വശത്തേക്ക് മാറിപ്പോകില്ല. പൂജാമുറിയിൽ ഒരു ചന്ദനത്തിരി കൊളുത്തി വെക്കുന്നതും നമ്മുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഏകാഗ്രത കിട്ടാൻ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത ട്രിക്ക്. നിങ്ങളും ശ്രമിച്ചു നോക്കണം. തീർച്ചയായും നിങ്ങൾക്കും ഏകാഗ്രത കിട്ടും. മനസ്സ് എങ്ങോട്ടും ചഞ്ചലമാകില്ല. ഭഗവാന്റെയും ഭഗവതിയുടെയും വലിയൊരു ചൈതന്യം നിങ്ങളിൽ വന്നു നിറയാൻ ഈ 3 ട്രിക്കുകൾ നിങ്ങളെ ഒരുപാട് സഹായിക്കും. വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.